ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാധാമണി തങ്കച്ചീനെയും അതുപോലെ തന്നെ മഹാദേവനെയാണ്. അപ്പോൾ ഗംഗനെ എങ്ങനെ ശങ്കറിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാം എന്നിങ്ങനെ ആലോചിക്കുകയാണ് രണ്ടുപേരും. ഗംഗയെ എങ്ങനെ ഒഴിച്ചു നിർത്തി ഒരു പരമശിവനില്ല. അത് സത്യമല്ലേ? ഗംഗയെ മാറ്റി നിർത്തിയിട്ട് പരമശിവനുണ്ടോ? പറയേ. ആ, ഫോട്ടോയിലൊക്കെ അങ്ങനെയല്ലേ വരച്ചു വച്ചിരിക്കണത്? ആ, അത് തന്നെ രാധേ, അതേ ടെക്നിക്ക് തന്നെയല്ലേ നമ്മൾ കുട്ടിശങ്കറിൻ്റെ കാര്യത്തിലും വരുത്താൻ പോണത്? അല്ല, നീ നോക്കിക്കോ. എന്താ ഈ പറയണത്? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ രാധാമണി തങ്കച്ചി, നമ്മുടെ കുട്ടിശങ്കറിൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഗംഗയ്ക്ക് എന്തോ ഒരു സ്ഥാനമുണ്ട് എന്നും ഇപ്പോഴും ആ സ്ഥാനം ശങ്കർ ഗംഗയെ സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ മോളെ, നമ്മൾ ഗംഗ മോളെ വിശ്വസിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയായാൽ നമ്മൾ വിജയിച്ചു. എങ്ങനെയുണ്ട്? അല്ല, ശങ്കറിന് ഗംഗയോട് പ്രണയമുണ്ടായിരുന്നു എന്ന് നമ്മളെങ്ങനെ ഗംഗ മോളെ വിശ്വസിപ്പിക്കും? കുട്ടിശങ്കരൻ ഗംഗമോളെ സ്നേഹിച്ചിരുന്നു എന്ന് ഗംഗമോള് വിശ്വസിച്ചാൽ പോരെ? അതിന് വഴിയുണ്ട് എന്ന് പറഞ്ഞ് മഹാദേവൻ നിന്ന് ചിരിക്കാട്ടോ. അപ്പം ഇങ്ങനെ രാധാമണി ഇങ്ങനെ നോക്കുകയാണ്. ആ, ശരിയാക്കാടി, നീ കണ്ടോ, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഇനി നമ്മുടെ കളി നമ്മൾ തന്നെ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം രാധാമണിക്കും എന്തോക്കെ കത്തി. ആ മഹാദേവൻ്റെ അട്ടഹാസവും ചിരിയും കണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശംഖു പാടുന്നു. ഗൗരിയും അതുപോലെ തന്നെ ഗംഗയും ഒപ്പത്തിനൊപ്പം നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാട്ടോ ശങ്കർ ഇരിക്കണത്. അപ്പോൾ വേഗം ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഗൗരി ആകെ അപ്സെറ്റായി, സ്റ്റെപ്പൊക്കെ തെറ്റിച്ചു. ആൾ വേറെ ഏതോ ലോകത്ത് പോയി ആ കളിയാക്കി അങ്ങ് നിർത്തി. അപ്പോൾ ഇത് കണ്ടിട്ട് ഗംഗ വേഗം നിർത്തി. എന്ത് പറ്റി ഗൗരി എന്ന് ചോദിച്ചു. എന്താ ഗൗരി, എന്താ പ്രശ്നം? ചുവട് തെറ്റി എന്ന് പറഞ്ഞു. ഓ, ഈസി സ്റ്റെപ്പായിരുന്നല്ലോ. സാരമില്ല കേട്ടോ. അതെ, താൻ വിഷമിക്കൊന്നും വേണ്ട, താൻ ഓക്കെ അല്ലേ? ഗൗരി, എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ശംഖു. ഒന്നുമില്ല ഗൗരി, മൈൻഡ് കൂളാവ്, താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞു. സ്ഥിരമായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. സാരമില്ല കേട്ടോ, എല്ലാം സെറ്റാവട്ടോ. അതെ, നിനക്ക് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റും. നീ അങ്ങോട്ട് അലക്കിയ എൻ്റെ ഗൗരിയെ എന്ന് പറഞ്ഞു ശംഖു. അതേടോ, താൻ ധൈര്യമായിട്ടൊന്ന് ചെയ്യേ. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഗൗരി നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇത് കണ്ട് ഇവർക്കും ആകെ വിഷമായി. അപ്പോൾ ഇവരും പുറകെ ചെല്ലുകയാണ്. റൂമിലേക്ക് ചെന്നു. അങ്ങനെ മനസ്സാകെ അസ്വസ്ഥമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നൊന്നും നമ്മുടെ ഗൗരിക്കറിയില്ല. അപ്പോൾ ശംഖുവും ഗംഗയും കൂടെ അവിടേക്ക് വന്നു. അപ്പോൾ ഗൗരി, നിനക്ക് എന്താ പറ്റിയത്? നിനക്കെന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ. എന്താ നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചു ശങ്കർ. എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പറയാം. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഗൗരിയുടെ മനസ്സിപ്പോൾ ഇവിടെയല്ല. തൻ്റെ മനസ്സൊന്നും ശാന്തമല്ല. അതാണിപ്പോൾ തൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് തനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത്. എടോ ഗൗരി, താൻ ഒരു കാര്യം ചെയ്യുക. മനസ്സിനെ അലട്ടുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതിന് പരിഹാരം കാണാതെ മനസ്സ് ശാന്താവില്ല. അത് താൻ ആദ്യം മനസ്സിലാക്കുക. ഗൗരിയുടെ മനസ്സിന് ഏത് ഏകാഗ്രത കിട്ടണമെങ്കിൽ തൻ്റെ മനസ്സിനെ ഡിസ്റ്റേബ് ചെയ്യുന്ന എന്തോ ഒരു കാര്യമില്ലേ, താൻ അതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു. ദേ ഗൗരി, താൻ കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാം, ഒന്ന് റിലാക്സ്ഡ് ആവുക എന്ന് പറഞ്ഞു. ശംഖു, വാ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ശംഖു ഇങ്ങനെ നോക്കിയിട്ട്, ഗൗരി, താൻ ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ശംഖു, ദേ ഇപ്പം ഗൗരിക്ക് കുറച്ച് നേരത്തേന് ഒന്ന് തനിച്ച് വിടാം. ആ കുട്ടി ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. കുറച്ച് കഴിയുമ്പം എല്ലാം സെറ്റായിക്കൊള്ളൂടാ, ഒന്ന് കൂളാവട്ടെ. ശരി എന്ന് പറഞ്ഞു. ഇങ്ങനെ കാണിച്ചപ്പോഴത്തേനും ശംഖു ഗംഗയ്ക്കൊപ്പം പോയി. അപ്പോൾ ഗൗരി അവിടെ ഇരിക്കുകയാണ്. ആളാകെ ഡിസ്റ്റർബ്ഡാണ്. എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത, മനസ്സിനകത്ത് വല്ലാത്തൊരു വിഷമോ ഫീലിങ്സോ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കമലയിടത്തിനെയാണ്. കമല ഈ ലോകത്തൊന്നുമല്ല. അപ്പോൾ മറ്റേ ജോലിക്കാരി അവിടെയുണ്ട്. അവരും കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കമലയാണെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ട് ഇതേ വെച്ചിട്ട് അരിയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ആൾ ഈ ലോകത്തൊന്നുമല്ല. അപ്പോഴേ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യണത്? കുറേ നേരമായല്ലോ, ഇതുവരെ പണിയൊന്നും കഴിഞ്ഞില്ലേ? എൻ്റെ ജോലിയൊക്കെ കഴിയാറായി. പക്ഷേ കമലക്കുഞ്ഞ് എന്ന് പറഞ്ഞു. എന്താ കമലക്കുഞ്ഞിന് എന്ന് ചോദിച്ചു. കമലക്കുഞ്ഞ് എന്തോ ചിന്തിച്ച് നിൽപ്പാം. ആ പച്ചക്കറിയൊക്കെ എടുത്തു വച്ചിട്ടേ അത് കുറേ നേരമായി എന്ന് പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, രാധാമണി അടുത്തേക്ക് ചെന്നു. എന്തടി കമലേ?
നിനക്കെന്താണ് ഇത്രമാത്രം ചിന്തിക്കാൻ? ഒന്നും മിണ്ടുന്നില്ല, ഏതോ ലോകത്ത് നിൽക്കുകയാണ്. ചോദിച്ചത് കേട്ടില്ലേ? ഈ വീട്ടിലെ പണികൾ ചെയ്യാതെ നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണമെന്ന്. അപ്പോഴും മിണ്ടണില്ല. ഹ ഡി. അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ നോട്ടം അങ്ങ് നോക്കി കമല നേരെ രാധാമണീനെ. അപ്പം രാധാമണി ശരിക്കും ചൂളിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് വിറച്ചു ആ കമലയുടെ ആ നോട്ടത്തിൽ കേട്ടോ. നീ എന്താടി, നിൻ്റെ വായിൽ എന്താടി പഴമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം അവിടെ ഒരു പഴം ഇരിപ്പുണ്ടായിരുന്നു. വേഗം തന്നെ ആ പഴം അങ്ങോട്ട് എടുത്തു കാട്ടാളന്മാരെ കാണിക്കുന്ന പോലെ വലിച്ച് കീറി വലിച്ച് പൊളിച്ച് എന്നിട്ട് വായിൽ വച്ചിട്ട് അത് കടിച്ചങ്ങ് തിന്നുകയാണ് കേട്ടോ. ഇങ്ങനെ ഇത് കണ്ടപ്പോഴത്തേനും കമലേനെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് രാധാമണി. എങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നോക്കിയിട്ട്, നീ എന്താ എന്നെ കളിയാക്കിയതാ അല്ലേടി? നീ ഇപ്പം എന്നെ കളിയാക്കിയതല്ലേ എന്ന്. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കഴിക്കണത്. എന്താ നീ പറഞ്ഞത്? നീ എന്താ പറഞ്ഞതെന്ന്? എന്തേ? എന്താടി നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? നിന്നോട് ചോദിച്ചിട്ടില്ലേ? നീ എന്നെ പേടിപ്പിക്കാൻ നിൽക്കുക? നീ എന്നെ മഹാറാണി കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യമാണോ നിനക്ക്? എങ്കിൽ കമലേ, എടി നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നല്ല രീതിക്ക് അടങ്ങി ഒതുങ്ങി നീ ഇവിടെ ജീവിച്ചില്ലെങ്കിലുണ്ടല്ലോ. ജീവിച്ചില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചത്. അപ്പോഴേക്ക് പിന്നെ പറയണ്ട, രാധാമണി പുറകോട്ട് വലിയാൻ തുടങ്ങി. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ അമ്മ എന്ത് ചെയ്യും? ചോദിച്ചിട്ടില്ലേ അമ്മയ്ക്ക് എന്നെ തല്ലണോന്നാണ് ചോദിച്ചത്. അപ്പോൾ രാധ പുറകോട്ട് വലിയാൻ തുടങ്ങി. അപ്പോൾ കമല ഫ്രണ്ടോട്ടും. അപ്പോൾ കയ്യിലിരുന്ന പഴമെടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. അവരൊരു പടവലങ്ങ ഇരിപ്പുണ്ടായിരുന്നു. ദാ എന്നെ തല്ലാനാ പറഞ്ഞതാ. എന്തേ തല്ലാനല്ലേ പറഞ്ഞതാ? അയ്യോ, തല്ലാൻ പറ്റുന്നില്ല. ശരി, തല്ലുന്നില്ലേ എന്നാ ചോദിച്ചത്. അപ്പം പിന്നെ രാധാമണി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തല്ല് കൊള്ളുന്നതല്ലേ അമ്മയ്ക്ക് കാണേണ്ടത്? ഞാൻ തന്നെ അത് കാണിച്ചു തരാം. ഇപ്പം തന്നെ ശരിയാക്കി തരാം. ആ പടവലങ്ങ എടുത്ത് ഊടുപട അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയ ആൾ സ്വന്തം ശരീരത്താണ് അടിക്കുന്നത്. അപ്പോൾ അടിച്ചതെല്ലാം ഒരു പരുവാക്കിയിട്ട്, സന്തോഷമായോ അമ്മയ്ക്കിപ്പോൾ? സന്തോഷമായോ എന്ന് ചോദിച്ചു. അമ്മയെ സന്തോഷിപ്പിക്കാൻ ഇനിയും ഞാൻ തല്ലണോ? അയ്യോ, ഇവക്കെന്താ ഭ്രാന്തായോ എന്നോർത്തിങ്ങനെ നിൽക്കുകയാണ്. നീ വേഗം നിൻ്റെ റൂമിലേക്ക് ചെല്ല് കമലെ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടുന്നില്ല രാധാമണി. അപ്പോൾ അവിടെ നിന്ന് ജോലിക്കാരുടെ അടുത്തേക്ക് ചെന്നു കമല. ഡി, അമ്മ ഇപ്പം എന്താടി പറഞ്ഞത്? എന്താടി ചോദിച്ചു കേട്ടില്ലേ? അല്ല, കമലക്കുഞ്ഞ് റൂമിൽ എന്ന് പറഞ്ഞു. ഓഹോ, ഞാൻ റൂമിൽ പോണോ? ഞാൻ റൂമിൽ പോയി ഇരിക്കണമെന്ന് വേണോമേ? വേഗം പൊയ്ക്കോ എന്ന് പറഞ്ഞു. സൗകര്യമില്ല എനിക്ക് പോവാനായിട്ട്. എന്തേ? ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. വിറച്ച് നിൽക്കുകയാണല്ലോ രാധാമണി പതുക്കെ ഒരു ഒഴിഞ്ഞു മാറി അടുക്കളയിൽ നിന്ന് നേരെ സ്കൂട്ടായി ഓടുകയാണ് കേട്ടോ, വെപ്രാളം പിടിച്ച്. അപ്പോൾ കമല വീണ്ടും വേണ്ട അരിച്ചിൽ തുടങ്ങി. എൻ്റെ ദൈവമേ, ഇവക്ക് എന്താ പറ്റിയത്? വല്ല ബാധയും കൂടിയോ? ഓടുകയാണ് രാധ. ജോലിക്കാരിയും പേടിച്ചു പോയി. പിന്നെ നമ്മൾ കാണുന്നത് ശേഖരനെയാണ്. ഒരു പാട്ട് വിട്ട ആൾ ഭയങ്കര ഡാൻസിലാണ്. അവനെ കണ്ട അവൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത്. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? എടാ ശേഖര, നീ എന്താണ് ഈ കാണിക്കുന്നത്? എന്ത് പണിയമ്മേ കാണിച്ചത്? എടാ ശേഖര, കമലയ്ക്ക് എന്താടാ ഒരു ഭാവമാറ്റം പോലെ? എന്ത് ഭാവമാറ്റം? ഒരു ഭാവമാറ്റവും ഇല്ല. അമ്മയ്ക്ക് വെറുതെ, അമ്മയ്ക്കറിയാലോ എനിക്ക് തന്നെ സീരിയസ് ഭാവിടാനായിട്ട് ശരിക്കും മാറണില്ല കേട്ടോ. അതാട്ടോ എൻ്റെ റീൽസ് ഒന്നും അങ്ങോട്ട് ശരിക്കും റീച്ച് ആവാട്ടത്. നീ എന്താ ശേഖര ഈ പറയുന്നത്? നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. കമലയുടെ കാര്യം ഞാൻ പറയുമ്പോൾ നീ വേറെന്തൊക്കെയാണല്ലോ ഈ പറയുന്നത്. അമ്മേൻ്റെ കരിങ്കാളി റീൽസ് കണ്ടില്ലേ എന്നേ? അതെ, ഇപ്പുറത്തേക്ക് സീരിയസും ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ചിരിച്ച ഭാവവും കണ്ടില്ലായിരുന്നു അമ്മേ? അതെ, നല്ല ഭാവ വ്യത്യാസം വേണമെന്നേ. അതുകൊണ്ടല്ലേ എൻ്റെ കരിങ്കാളി കയറി അങ്ങോട്ട് വൈറലായത്. ഒരു വീഡിയോ വൈറലായാലേ പിന്നെയും ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കണമെന്നേ. അല്ലെങ്കിൽ ഇനി മേലിൽ ഈ മേഖല നമ്മൾ വിചാരിച്ച പോലെ കേട്ടോ പിടിച്ചു നിൽക്കണമെങ്കിൽ നന്നായി കഷ്ടപ്പെടണം. ഇങ്ങനെ പോയാലേ അവൾ കാരണം നീ കുറേ കഷ്ടപ്പെടും. നീ നോക്കിക്കോ, അമ്മയ്ക്കിപ്പോൾ എന്താ പ്രശ്നം? എടാ ശേഖര, നീ അവളെ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിക്കുകയോ? ഞാൻ അവളെ ശ്രദ്ധിക്കാൻ പോയിട്ടെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ഇല്ലെന്ന് അമ്മയ്ക്കറിയില്ലേ? എടാ, അവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്.
കമലയ്ക്കിപ്പോൾ എന്താ പ്രശ്നം? എന്താണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം ഉണ്ടമ്മേ, നല്ല മാറ്റം. കമലയുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റം ഉണ്ടെന്ന് അമ്മ ഈ പറയണത്. അവൾ വീണ്ടും വീഡിയോയിലേക്ക് പോയി. അവൾ ഡാൻസ് കളിക്കുക. എടാ മോനെ, പഴയതുപോലെ അല്ലെന്ന്. അവളുടെ നോട്ടവും രീതിയും ഒന്നും ശരിയല്ല. സാധാരണ കമല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാനൊന്ന് ഇരുത്തി നോക്കിയാൽ അവൾ പേടിച്ച് വിറയ്ക്കുന്നവളായിരുന്നു കമല. അവളിന്നേ എൻ്റെ മുന്നിൽ എന്താ കാണിച്ചതെന്ന് നിനക്കറിയോ ശേഖര? അതെൻ്റെ മുന്നിൽ 5 മിനിറ്റ് ഭദ്രകാളി തുള്ളുമായിരുന്നേ. ഒന്നുകിൽ അവളുടെ അഭിനയമാണ്, അല്ലെങ്കിൽ എന്തോ ബാധ കൂടിയതാ. ഓ, ആനക്കാര്യത്തിനിടയ്ക്ക് അമ്മയുടെ ഒരു ചേരക്കാര്യം. ഇതാണോ അമ്മയുടെ ഇത്രയും വലിയ പ്രശ്നം? ശേഖര, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ വിചാരിക്കുന്ന പോലെ അല്ലടാ കാര്യങ്ങൾ. ശേഖര, ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക. ഇതത്ര നിസ്സാരമൊന്നും അല്ല കേട്ടോ. കമലയ്ക്ക് നല്ല മാറ്റം ഉണ്ടടാ. അമ്മേ, അവക്കിപ്പോൾ എന്ത് മാറ്റം ഉണ്ടെന്ന് അമ്മ ഈ പറയണത്? നല്ല കിളിക്കട്ടെ അങ്ങോട്ട് കൊടുത്താൽ മതിയെന്നേ. അവളുടെ അഹങ്കാരമൊക്കെ അതോടെ അങ്ങ് തീർന്നു പോയിക്കോളും. അത് ശരിയാ, അവളെ ഇത്തിരി മര്യാദ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. എന്താമേ? നീ അവളെ ഇടുക്കിയോ ചവിട്ടുവോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ വായിൽ തുണി തിരികിയിട്ട് വേണം, മനസ്സിലായോ നിനക്ക്? അല്ലെങ്കിലേ അവൾ കരഞ്ഞ് വിളിച്ച് ആ മറ്റവളെ അറിയിക്കും, അവളുടെ മേടത്തെ. പിന്നെ അവളെ മേടം നിയമവും പറച്ചിൽ തുടങ്ങും. അതുകൊണ്ട് 2 എണ്ണം കൊടുക്കുന്നെങ്കിൽ നീ കൊടുത്തോ, പക്ഷേ സൂക്ഷിച്ച് വേണം. അമ്മ കുറച്ച് നാളായിട്ടേ എൻ്റെ കൈയുടെ ചൂടവളെ അറിയണില്ല കേട്ടോ. അതിൻ്റെ ഒരു കുഴപ്പം അവൾക്കുണ്ട്. ഞാൻ നല്ല കിലുക്കട്ട കിട്ടിയിട്ടേ കുറച്ച് കാലമായില്ലേ. അത് ഇന്ന് തന്നെ ഞാനത് തീർത്തു കൊടുത്തോളാം കേട്ടോ. വിഷമിക്കണ്ട. അതെ, ഞാൻ ഈ റീൽസ് ഒന്ന് എടുത്തു കഴിഞ്ഞോട്ടെ, പിന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആട്ടോ. പിന്നെ അവൾക്കൊരു ഉഗ്രം പണി കൊടുത്തിട്ട് മതി പിന്നെ അടുത്ത പരിപാടി. എന്തേ പോരെ? ശരി എന്ന് പറഞ്ഞ രാധാമണി പോയി. അപ്പോൾ വീണ്ടും ദേണ്ട കൃഷ്ണ കൃഷ്ണ എന്നുള്ള പാട്ടൊക്കെ വെച്ച് വീണ്ടും കളിക്കുകയാണ്. അയ്യോ ഇവനെ കൊണ്ട് എന്ന് പറഞ്ഞ രാധാമണിക്ക് തന്നെ നാണമായി. രാധാമണി അങ്ങ് കയറിപ്പോയി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരിനെയാണ്. അപ്പോൾ ഗൗരി ആകെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഗംഗ പറഞ്ഞ കാര്യം പെട്ടെന്ന് ഗൗരിയുടെ മനസ്സിലേക്ക് വന്നു. കുട്ടിയുടെ മനസ്സിൽ എന്തോ പ്രശ്നം ഇലട്ടുന്നുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കാണാതെ തനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആദ്യം അത് എന്ന് ഗംഗ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഗൗരി. അപ്പോൾ വേഗം തന്നെ ഗൗരി, അതെ, എൻ്റെ മനസ്സിലിട്ടുന്നത് ധ്രുവനാണെന്ന് ഞാൻ എങ്ങനെയാണ് പറയുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പോൾ ഇത് വന്ന സമയത്താണ് ശംഖു വരണത്. എൻ്റെ കിടാവ് കാര്യമായിട്ട് ചിന്തയിലാണല്ലോ. ഇവളെന്തിനാണാവോ ഇത്രയ്ക്ക് ചിന്തിച്ച് കൂട്ടുന്നത്? ഓടി വന്നങ്ങ് കെട്ടിപ്പിടിച്ചു. ഹോ എന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയി. അപ്പോഴേക്ക് പെണ്ണ് മേടിച്ചു പോയോ? പിന്നെ പെട്ടെന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച ആരാണേലും പേടിച്ചു പോയില്ലേ ശംഖു? ആഹാ, അത് കൊള്ളാലോ. ഈ ലോകത്ത് നിന്നെ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരാൾ ഈ ഞാൻ മാത്രമല്ലേ? അപ്പം പിന്നെ എനിക്ക് മാത്രമല്ലേ ഗൗരി അതിനുള്ള സ്വാതന്ത്ര്യമുള്ളൂ? അപ്പം പിന്നെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതിങ്ങനെ ചെയ്യണമെങ്കിൽ നിൻ്റെ ശംഖു മാത്രമാണ് എന്ന് ചിന്തിക്കാനുള്ള നിനക്കൊരു കോമൺ സെൻസ് പോലും ഇല്ലാണ്ടായി പോയല്ലോ പെണ്ണേ. ഓ, നിൻ്റെ കാര്യം ഇത് എൻ്റെ കിടാവേ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ ടൈമിൽ നീ എന്തോ കാര്യമായിട്ട് ആലോചിച്ച് നിൽക്കുകയായിരുന്നല്ലോ. എന്താ അത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ലെന്നോ? അതല്ലട്ടോ, നീ എന്തോ വലിയ ആലോചനയിലായിരുന്നല്ലോ, അത് ഞാൻ കാണുകയും ചെയ്തു. ഇപ്പം ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന്. അതെങ്ങനെയാ ഗൗരിയെ ശരിയാകുക? നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ പെണ്ണേ. ഇത്ര വലിയ ആലോചന എന്ന് പറ. അത് പിന്നെ അത് പോരട്ടെ, ഇങ്ങോട്ട് പോരട്ടെന്നേ. അല്ല, ഇല്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല ശംഖു. അങ്ങനെ പറയില്ലടി ചക്കരെ. എന്തായാലും പറഞ്ഞോ. സത്യമായിട്ടും എനിക്കൊരു പ്രശ്നമില്ല. എടി പ്രൊഫസറുടെ മോളെ, നീ എന്നോട് കള്ളം പറഞ്ഞ നിൻ്റെ ഈ ഉണ്ണക്കണ്ണി നോക്കിയാലേ എനിക്ക് നന്നായിട്ട് കാര്യം പിടികിട്ടു കേട്ടോ. നീ കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞേടി. പെണ്ണെ, നീ ഒന്നാം തരം നല്ല കിണ്ണം കാച്ചിയ ഡാൻസറാണ്. നീ ശാസ്ത്രീയമായിട്ട് ഡാൻസ് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, നീ നല്ല സൂപ്പർ ഡാൻസറാണ്. അതെനിക്ക് ഉറപ്പാട്ടോ. ഡാൻസിൽ നീ ഗംഗയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കും, അതൊരു ഡൗട്ടും ഇല്ല കേട്ടോ. ഒരു പക്ഷേ ഗംഗയേക്കാൾ ഒരു പടി മുകളിലായിരിക്കും നിൻ്റെ പെർഫോമൻസ്, അതിലും സംശയമില്ല കേട്ടോ. അങ്ങനെയുള്ള നീ
കുറച്ചു മുമ്പ് എന്താ കാണിച്ചത്? ഗംഗ കമ്പോസ് ചെയ്ത സിമ്പിൾ സ്റ്റെപ്പ് നിന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ പറയുന്നത് പോലെ പൂ പറിക്കണ പോലെ ലാഘവത്തോടെ ചെയ്യാൻ പറ്റണതാണ്. അത് നീ എത്ര വട്ടമാണ് തെറ്റിച്ചത്? ഒരു കാര്യമില്ലാതെ ഇങ്ങനെ സംഭവിക്കുമോ ഗൗരി? ഞാൻ തുറന്നു ചോദിക്കാം, പറയ നീ. ഗംഗയുടെ ഒപ്പം ഇങ്ങനൊരു ഡാൻസ് പരിപാടി നിനക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ തുറന്നു പറയണം കേട്ടോ. ഒരു കാരണവശാലും പറയാതിരിക്കില്ല. പറഞ്ഞു ധൈര്യമായിട്ട്. ഗംഗയ്ക്ക് വിഷമാവാത്ത രീതിയിൽ ഞാനവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്തേ, അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഒരിക്കലുമില്ല. ശങ്കർ കരുത്തൊന്നും വെറുതെ തെറ്റിദ്ധരിച്ചതാ. എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കിഷ്ടത്തോടെ തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. ശരി, അപ്പം പിന്നെ നിൻ്റെ പ്രശ്നം എന്താ? ധ്രുവനായി എൻ്റെ പ്രശ്നമൊന്ന് ഞാൻ ശങ്കറിനോട് പറഞ്ഞാൽ ശങ്കറിന് എന്നോടുള്ള ദേഷ്യമാവും. അത് വേണ്ട എന്ന് തീരുമാനിച്ചു ഗൗരി. അപ്പോൾ ഞാൻ പറയാതെ തന്നെ ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ശങ്കർ മനസ്സിലാക്കണം. അതാണ് ചെയ്യേണ്ടത്. അതിനിപ്പോൾ എന്താ ഒരു വഴി? ഫുൾ ആലോചനയാണല്ലോ മാഡം വീണ്ടും എന്ന് ചോദിച്ചു. വെറുതെ നിന്ന് ചിരിക്കണോ നീ? അയ്യോ ഗൗരിയെ, പെട്ടെന്നൊരു പുഞ്ചിരി കിടാവിൻ്റെ ചുണ്ടത്ത് മിന്നി മറിഞ്ഞു പോയല്ലോ. എന്താണാവോ ഇപ്പം നിന്റെ കണ്ണിനെ എന്തൊരു തിളക്കാന്നറിയോ നിനക്ക്? സത്യം പറഞ്ഞാൽ എന്തോ നേടിയതുപോലെയുണ്ട് നിന്റെ ആ ചിരി കണ്ട്. വലിയ സർപ്രൈസ് ഇടാതെ സംഗതി എന്തൊട്ടാണെന്ന് എന്നോടുകൂടി പറയേണ്ട ഗൗരിയെ. അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് വലിയൊരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കുഞ്ഞു വഴി ഇപ്പം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ശംഖു എന്ന് പറഞ്ഞു. അപ്പം ശംഖുവും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു. രണ്ടുപേരും മുഖത്തോട് മുഖമൊക്കെ നോക്കി രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കേട്ടോ. അപ്പോൾ ഗൗരിക്കും എന്തോ ഒരു ഐഡിയ കിട്ടി. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.